കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വരട്ടിയെടുത്തൊരു ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ചൂടായി കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സവോളയുടെ പകുതി നീളനടിഞ്ഞ് നടു മുറിച്ചത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് നല്ലോണം വഴറ്റാം. ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഹൈലൈറ്റും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക. തക്കാളി വലിയ തക്കാളിയാണ് ഞാൻ ഇട്ടത്. ആവശ്യത്തിനനുസരിച്ച് നമുക്കിടാം. ഞാൻ ചിക്കൻ ചെറിയൊരു ക്വാണ്ടിറ്റി ആകാനാണ് ഞാൻ എല്ലാം കുറച്ച് എടുക്കുന്നത്. പിന്നെ അതൊന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റല്ല ചതച്ചത് ഇടാം. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഞാൻ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുരുമുളകാണ് ആയ കാരണം. പിന്നെ പച്ചമുളകും വേണമെങ്കിൽ ഇടാം. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല, കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളകും വേറെ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ആ ചിക്കനിലെ വെള്ളമൊക്കെ നിറങ്ങി ചിക്കൻ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി കുറച്ചിടുക, ഗരം മസാല ഇടുക. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല നടു മുറിച്ചിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് അടച്ചു വെച്ച് വേവിച്ച് ഒന്നുകൂടി ആ വേപ്പിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഞാൻ വെള്ളം അധികം ഒഴിക്കുന്നില്ല, കാരണം ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാരണം എന്നാൽ ചിക്കൻ വേവാനും ഇതിൻ്റെ ലിവറൊക്കെ ഉള്ള കാരണം, ലിവറും അങ്ങനെ പാർട്സൊക്കെ ഉള്ള കാരണം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ്. അടച്ചു ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ആ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് ശേഷമാണ് ഇവിടെ ചേർക്കുന്നത്, കാരണം സ്പൈസി അത്ര വേണ്ടാത്ത കാരണം ഞാൻ നോക്കിയിട്ടാണ് ചേർക്കുന്നത്. ഗരം മസാല ഒരു 1/4 സ്പൂണ് അത്രയായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റമുളക് 2-3 എണ്ണം നടുമുറിച്ചിട്ടിടാം. അപ്പോൾ വറ്റമുളകിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്നിട്ടില്ല, സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കണം. എന്നാലും അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് പുട്ടിൻ്റെ ഒപ്പവും ഉപ്പുമാവിൻ്റെ ഒക്കെ ഒപ്പം കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടിട്ട് നിങ്ങളുടെ സ്പൈസിനനുസരിച്ചിട്ട് ഇടുക. ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരത്തെ കുരുമുളക് ഇട്ടിട്ട് ആ ചൂടിനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ വരട്ടിയത് റെഡിയാണ്. ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക.